വേണ്ടത് ഡോക്ടർക്ക്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് നവജാത ശിശുവിന്റെ കൈ തളർന്നുപോയതായി വീണ്ടും പരാതി. ആര്യാട് പഞ്ചായത്തിൽ രമ്യ അഖേഷ് ദമ്പതികളുടെ കുഞ്ഞിന്റെ കൈയാണ് ഞരമ്പുകൾക്ക് പരിക്ക് പറ്റി തളർന്നുപോയത്. വാക്വം ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തത് ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയാണെന്ന് കുടുംബം പറഞ്ഞു. ഗുരുതര സംഭവം ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ മാതാപിതാക്കൾ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിലെ പിഴവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന 4ാമത്തെ സംഭവമാണിത്. ന്യൂസ് 18 അന്വേഷണം. ആ വർഷം 3 പിള്ളേർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പരാതി എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയില്ലേ. അതിനുശേഷം ആ 2 പേരെയും ഞാനിവിടെ വരുത്തി കണ്ടു. അവർ 2 പേരും മെഡിക്കലായിട്ട് ഇരിക്കുകയാണ്, യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് മൊത്തം 2200ഓളം ഡെലിവറി ഉണ്ടായിരുന്നു. അതിൽ 3 പേർക്കാണ് കൈക്ക് പ്രോബ്ലം ഉണ്ടായത്. അല്ല, അതിന് മുന്നേ ഇവർക്ക് റിപ്പോർട്ടുണ്ട്. അതിന് മുന്നേ ഇവർക്കെതിരെ 3-4 നെഗ്ലിജൻസ് ഓൾറെഡി ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നു? കൈക്ക് ബലമില്ലല്ലോ മാഡം. ഇപ്പോൾ കേട്ട ശബ്ദ സംഭാഷണം ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിയുടേതാണ്. പ്രസവത്തിനിടയിൽ ഞരമ്പുകൾക്ക് പരിക്ക് പറ്റി കൈ തളർന്നു പോയ കുഞ്ഞിന്റെ അച്ഛൻ വിഷ്ണുവിനോട് ഡോക്ടർ പറയുന്നത് പ്രകാരം 1.5 വർഷം മുമ്പ് വിഷ്ണുവിന്റെ കുഞ്ഞിന് പ്രസവ സമയത്ത് പരിക്ക് പറ്റിയ അതേ കാലയളവിൽ ഡോക്ടർ പുഷ്പ പ്രസവമെടുത്ത 3 കുട്ടികൾക്ക് കൈയുടെ ചലനശേഷിയെ ബാധിക്കുന്ന ബ്രാക്കിൽ പ്ലെക്സസ് ഇഞ്ചുറി സംഭവിച്ചിരുന്നതായി വ്യക്തമാണ്. ഇനി 58 ദിവസം മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിനെ ഒന്ന് കാണണം. കഴിഞ്ഞ ഒക്ടോബർ 2-നാണ് രമ്യ ആകേഷ് ദമ്പതികൾക്ക് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. രമ്യയെ ചികിത്സിച്ചിരുന്നത് പ്രസവ സംബന്ധമായി നിരവധി കേസുകളിൽ ആരോപണ വിധേയയായ ഡോക്ടർ പുഷ്പയായിരുന്നു. സ്പീഡും എനിക്ക് അങ്ങനെ തോന്നുന്നു. മൊത്തം സ്പീഡാ. സമാധാനമായിട്ട് സമയം എടുത്ത് ചെയ്യാനായിട്ട് ആ ഡോക്ടറിന് സമയമില്ല. പുലർച്ചെ മുതൽ രാത്രി വരെ പ്രസവ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയ രമ്യയെ ശസ്ത്രക്രിയക്ക് വിധേയയാക്കാനുള്ള നിർദ്ദേശം ഉണ്ടായില്ല. ഒടുവിൽ അവശയായപ്പോൾ വാക്വം ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നീട് സംഭവിച്ചത് കുടുംബം പറയും. എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം നന്നായിട്ട് കിട്ടുന്നതായിരുന്നു. കുറച്ച് പേര് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ശ്വാസം കുറയുമ്പോൾ നീ മുകളിലോട്ട് ശ്വാസം എടുക്കണമെന്ന് പറഞ്ഞു. കുറെ പേര് പറഞ്ഞു പുഷും ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തപ്പോഴത്തേക്ക് കൊച്ചിന്റെ തല ഇവിടെ വരെ വന്നു കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടല്ല ചെയ്തപ്പോൾ ഇങ്ങനെ ഫണ്ടൽ പ്രഷറൊക്കെ തോന്നിയിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നോർമൽ ഡെലിവറി ആയി പോയില്ലേ. അതിനു മുന്നേ അവർ വാക്കുവിട്ട് അങ്ങ് എടുത്തു. അങ്ങനെയായിരുന്നു. പ്രസവത്തെ തുടർന്ന് വലതു കൈയിലേക്കുള്ള ഞരമ്പുകൾക്ക് പരിക്ക് പറ്റിയ കുഞ്ഞ് കൈ ഉയർത്തുകയോ മറ്റൊന്നും ചെയ്യുകയോ ചെയ്യില്ല. പേശികൾക്ക് ബലമില്ലാത്ത വിധം തളർന്നു കിടക്കുകയാണ്. നവജാത ശിശുവിന് സംഭവിച്ചത് പ്രസവ സമയത്തുണ്ടായ പരിക്കാണെന്ന് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നു. പ്രസവ സമയത്ത് നാഡികൾക്ക് പരിക്ക് പറ്റിയ ബ്രാക്കിൽ പ്ലെക്സസ് ഇഞ്ചുറി മൂലമുണ്ടായ എറിഫ് പാൾസിയാണ് കുഞ്ഞിനെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിയാട്രീഷ്യൻ റഫറൻസ് ഷീറ്റിൽ കുറിച്ചിരിക്കുന്നു. ഇനിയാണ് ഏറ്റവും വലിയ കള്ളക്കളി. വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ സംബന്ധമായി ചികിത്സയിലിരിക്കെ തന്നെ പലതവണ ജനറൽ ആശുപത്രിയിലെ ഓർത്തോപീഡിയാട്രിക് വിഭാഗത്തിലേക്ക് ഈ നവജാത ശിശു റഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഡിസ്ചാർജ് സമ്മറിയിൽ കുട്ടിയുടെ നാഡികൾക്കേറ്റ പരിക്കോ റഫർ ചെയ്യപ്പെട്ടതിനെ പറ്റിയോ എവിടെയും കുറിക്കപ്പെട്ടിട്ടില്ല. രേഖകൾ പ്രകാരം രമ്യയുടെ കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ്. ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും എക്സസൈസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക നേരെ ആകാനായിട്ട്. ഈ ഭാഗം ഇങ്ങനെ തിരിച്ചാണല്ലേ കുഞ്ഞു വെക്കുന്നത്. ഈ ഭാഗത്തിന്റെ തന്നെ മടക്കത്തുമില്ല. ഈ കൈ വിരലിങ്ങനെ നിവർത്തത്തുമില്ല. ഇങ്ങനെ തളത്തിട്ടിരുന്നുണ്ട പിന്നെ തന്നെ പൊക്കി മടക്കത്തുമില്ല. അംഗവൈകല്യത്തോടെ കുഞ്ഞു ജനിച്ച സംഭവം. ജനനസമയത്തെ പരിക്കിൽ 1.5 വയസ്സുകാരന് കൈയുടെ ചലനശേഷി ഇല്ലാതായ കേസ്. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയക്കിടയിൽ യുവതി മരിച്ച സംഭവം. ഇത്തരം പരാതികളിൽ പോലീസും ആരോഗ്യ വകുപ്പും ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് അത്യന്തം സങ്കടകരമായ ഗുരുതരമായ വീഴ്ചയുടെ പുത്തൻ കഥകൾ വനിതാ ശിശു ആശുപത്രിയെ സംബന്ധിച്ച്
തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുജനാരോഗ്യ രംഗത്ത് ആശുപത്രികൾ പേരിന് മാത്രമുള്ള ജില്ലയാണ് ആലപ്പുഴ. നിരാലംബരായ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്താണ് ആരോഗ്യവകുപ്പും സർക്കാരും ആരോപണ വിധേയരായവരെ സംരക്ഷിച്ചു പോകുന്നത്. കുറ്റാരോപിതരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കൂടിയാലോചന നടത്തുന്ന മെഡിക്കൽ ബോർഡ് അംഗങ്ങൾ, ആരോഗ്യ വകുപ്പ് മന്ത്രി, നിങ്ങൾ എല്ലാവരും ഈ കുഞ്ഞിനെ ഒന്ന് കൺതുറന്ന് കാണണം. മനസാക്ഷിയുണ്ടെങ്കിൽ നടപടിയെടുക്കണം. ആലപ്പുഴ ആര്യാടിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ തന്നെ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ച സംഭവം 1, മണ്ണഞ്ചേരി സ്വദേശിയായ യുവതി പ്രസവത്തെ തുടർന്ന് മരിച്ച കേസ് അത് 2, കൈനഗിരി സ്വദേശി പ്രസവത്തെ തുടർന്ന് മരണാസന്നയായി പിന്നീട് രക്ഷപ്പെട്ട സംഭവം, ഇതിലെല്ലാം പ്രതിസ്ഥാനത്ത് ഇതേ ഡോക്ടർ തന്നെയായിരുന്നു. അവിടെയും തീരുന്നില്ല. 1.5 വയസ്സുകാരന്റെ കൈ തളർന്നു പോയ കേസ് മറ്റൊന്ന്, പൂർണ്ണ അംഗവൈകല്യത്തോടെ ഒരു കുഞ്ഞ് ജനിച്ച സംഭവം അവിടെയും അവസാനിച്ചില്ല. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ടിന്റെ ശബ്ദ സംഭാഷണത്തിൽ 3 കുട്ടികൾക്ക് ഇത്തരത്തിൽ അംഗവൈകല്യം ഉണ്ടായി സംഭവിക്കുന്ന ഇന്ന് തുറന്നു പറയുന്ന സൂപ്രണ്ടിന്റെ ഓഡിയോ സന്ദേശം നമ്മൾ പുറത്തുവിട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഇത് 4ാമത്തെ കുട്ടിയല്ലേ? ആരുത്തരം പറയും ഇതിനൊക്കെ ശരണ്യ? തീർച്ചയായിട്ടും ഭവ്യ, ഗുരുതരമായ പിഴവാണ്, ഗുരുതരമായ ചികിത്സാ പിഴവാണ് WNC ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ഭവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 6-7 മാസ കാലയളവിൽ WNCയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികളാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതിൽ തന്നെ 4 പോലീസ് കേസുകൾ ഉൾപ്പെടെ ഈ ഡോക്ടർക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് നൽകാനുള്ള വിവരം. ഈ കുഞ്ഞിന്റെ ദയനീയ അവസ്ഥ തന്നെയാണ്. അതായത് കഴിഞ്ഞ ഒക്ടോബർ 2-ന് ആലപ്പുഴ ആര്യാട് സ്വദേശിയായ ആകേഷ് ഒപ്പം തന്നെ രമ്യ ദമ്പതികൾക്കാണ് WNC ആശുപത്രിയിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. ആ കുഞ്ഞിന്റെ കൈക്കാണ് ഇപ്പോൾ ഞരമ്പുകൾക്ക്, അതായത് വാക്യൂം ഡെലിവറിയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്ത ഘട്ടത്തിൽ കുഞ്ഞിന്റെ ഞരമ്പുകൾക്ക്, കഴുത്തിൽ നിന്ന് കൈയിലേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് തകരാറ് സംഭവിക്കുകയും ഒപ്പം തന്നെ കുട്ടിക്ക് ബ്രാക്കിൽ പ്ലക്സസ് ഇഞ്ചുറി സംഭവിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് കുഞ്ഞിന്റെ കൈയുടെ താഴത്തേക്കുള്ള ചലനശേഷി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകൾ വ്യക്തമാക്കുന്നത്. അതായത് കുഞ്ഞിന് എറിപ്സ് പാൾസി എന്ന അവസ്ഥയിലേക്ക് കുഞ്ഞിന്റെ കൈ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളിയും ഒപ്പം തന്നെ വീട്ടമ്മയുമായ രമ്യയും ആകേഷും ഇപ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ഈ കുട്ടിയുമായി എല്ലാ ദിവസവും ചികിത്സയ്ക്ക് പോകേണ്ട ഗതികേടിലാണ് ആ കുടുംബം എന്നുള്ളതാണ്. ക്ഷമിക്കണം, ഈ കുടുംബം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ സംഭവങ്ങളിനകത്ത് നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ WNC ആശുപത്രിയിലെ ഏറ്റവും അവസാനമായി പോലീസ് എടുത്ത കേസ് 1.5 വയസ്സുകാരൻ വിഹാന്റെ കൈ തളർന്നുപോയ സംഭവമാണ്. അതും സമാനമായ കേസാണ്. അതായത് ഈ കുട്ടിയെയും വാക്യൂം ചെയ്താണ് പുറത്തെടുത്തത്. വാക്യൂം ചെയ്ത് പുറത്തെടുത്ത ഘട്ടത്തിലാണ് ആ കുട്ടിയുടെ ഈ ഭാഗത്ത് ഞരമ്പിന് തകർച്ച സംഭവിക്കുന്നത്. ഇതിൽ മറ്റൊരു ഏറ്റവും ഗുരുതരമായ പ്രശ്നമുണ്ട്. അതായത് ഈ രക്ഷകർത്താക്കളെ മിസ്ലീഡ് ചെയ്യുക കൂടി ആശുപത്രി അധികൃതർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 3 മാസം കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായി നേരെ ആയിക്കോളും എന്നുള്ള ഒരു ഡയറക്ഷൻ അല്ലെങ്കിൽ നിർദ്ദേശമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ 1.5 വയസ്സുകാരൻ വിഹാന്റെ കേസിൽ ഉണ്ടായത്. തുടർന്ന് കുട്ടി നിരങ്ങാൻ തുടങ്ങിയപ്പോഴും കൈ കുത്താതായതോടുകൂടി ഇവർ ഗുരുതരാവസ്ഥയാണെന്ന് മനസ്സിലാക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അമൃത അടക്കമുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴാണ് ഈ കുട്ടിക്ക് ആ തുടക്ക സമയത്ത് തന്നെ കിട്ടേണ്ട ചികിത്സ കിട്ടാതെ പോയതോടെ കൈ ഞരമ്പുകൾ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ആ 1.5 വയസ്സുകാരന്റെ ഗതികെട്ട സാഹചര്യം. ആ അച്ഛനുമായി സംസാരിക്കുമ്പോൾ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തി തന്നെ പറയുന്നു, ആ 1.5 വർഷം മുമ്പ് നടന്ന ഡെലിവറികളിൽ 3 എണ്ണത്തിന് ഇതേ സമാനമായി ഡോക്ടർ പുഷ്പയുടെ കേസിൽ വാക്യൂം ഡെലിവറിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നു. അവിടെയാണ് അത്തരത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ 1.5 വർഷം മുൻപ് നടന്ന സംഭവങ്ങളിൽ എന്ത് നടപടിയെടുത്തു ആരോഗ്യവകുപ്പ്? അത്തരത്തിലൊരു നടപടിയെടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഈ കുഞ്ഞുങ്ങളെങ്കിലും രക്ഷപ്പെട്ടേനെ. അവിടേക്ക് സാധാരണക്കാരൻ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ട് വീണ്ടും പോകുന്നുണ്ടെങ്കിൽ അത് ആ സാധാരണക്കാരന്റെ ഗതികേട് കൊണ്ടാണ്. അത് ചൂഷണം ചെയ്യുകയാണോ ആരോഗ്യവകുപ്പ് എന്ന് ചോദിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല ശരണ്യ. തീർച്ചയായിട്ടും ഭവ്യ, ഈ നമുക്കറിയാം ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഒരു കുട്ടി റെഫർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ 1 അവന്റെ കേസ് ഷീറ്റിൽ അത് രേഖപ്പെടുത്തണം, 2 അവിടെയുള്ള റഫറൻസ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. മറ്റ് എല്ലാ ചികിത്സാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അവിടുത്തെ റെക്കോർഡിക്കലായി രേഖപ്പെടുത്തിയ ശേഷമാണ് ഒരു കുഞ്ഞിനെ റെഫർ ചെയ്ത് മറ്റൊരു ആശുപത്രിയിലേക്ക് വിടുന്നത്. അതായത് ഡോക്ടർ ദീപ്തിയുടെ ശബ്ദ സംഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ 3 കുട്ടികൾക്കും ഈ പ്രശ്നങ്ങൾ സംഭവിച്ച ഘട്ടത്തിൽ
അത് ഡെലിവറി എടുത്ത ഡോക്ടർ പുഷ്പയാണെന്നും ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നു എന്നുള്ളതും തീർച്ചയായും അവിടെ രേഖാമൂലം ഉള്ളതാണ്. എന്നിട്ടും ആരോഗ്യ വകുപ്പിന് ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് കൈമാറിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്നത് ഒരു പെൺകുഞ്ഞാണ്. ആ കുഞ്ഞിന്റെ വലത് കൈയാണ് ഇപ്പോൾ ഈ ഒരു സമാനമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കുഞ്ഞിന്റെ കൈയുടെ മുട്ടിന് താഴത്തേക്ക് കുഞ്ഞിന്റെ കൈ ചലിപ്പിക്കാനാവില്ല. കുഞ്ഞിന്റെ കൈ കമിഴ്ന്നാണ് കിടക്കുന്നത്. സാധാരണ കുട്ടികൾ കളിക്കുന്നത് പോലെ ആ കുഞ്ഞ് കൈ ഉയർത്തുകയോ ഒന്നും ചെയ്യില്ല. ഇടത് കൈ മാത്രമാണ് കുട്ടി ഉപയോഗിക്കുക. ഈ 58 ദിവസത്തോളം ആവുന്നുള്ളൂ ആ കുഞ്ഞിന്റെ വലത് കൈയിൽ താഴ്ന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ആ രക്ഷകർത്താക്കൾ എങ്ങനെ ഇതിനെ സഹിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവർക്ക് നീതി കിട്ടേണ്ടേ? ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ കേസുകളിലും മെഡിക്കൽ ബോർഡ്, ഇപ്പോൾ 1.5 വയസ്സുകാരൻ വിഹാന്റെ കേസിൽ പോലും പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും മെഡിക്കൽ ബോർഡ് കൂടി അതിനകത്ത് കുറ്റം കണ്ടുപിടിച്ചാൽ മാത്രമേ ഈ പോലീസിന് പോലും നിയമ നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ. പക്ഷേ പൂർണ്ണമായും ഏറ്റവും കൂടുതലായി ഡോക്ടർമാരടങ്ങുന്ന ഒരു സമിതി ഈ ഒരു വിഷയത്തെ പരിശോധിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും അവർ സാധാരണക്കാരന് നീതി കിട്ടുന്ന രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോയിട്ടില്ല. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കത്രിക വെച്ച് തുന്നിയിട്ട് പോലും നീതി കിട്ടാത്തത്, കണ്ടെടുത്തിട്ട് പോലും നീതി കിട്ടാതെ സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് ഇരയാക്കപ്പെട്ടവർ വന്നിരുന്നു. അതേ സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പൊ ഭവ്യ ചോദിച്ച ചോദ്യം. അതായത് ഇത്രയധികം കേസുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ആ കേസുകളിൽ ഒരാൾക്കെങ്കിലും നീതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനാകും. ആ കുടുംബങ്ങളെയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി 2 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനാണ് വലത് കൈ ഭാഗികമായ കുഞ്ഞിന്റെ തളർന്ന അവസ്ഥയിൽ ആ രക്ഷകർത്താക്കൾക്ക് കിട്ടിയത് എന്നുള്ളതാണ്. ഈ കുട്ടികളുടെ ഒന്നും തന്നെ കേസുകളിലൊന്നും ഒരു ഘട്ടത്തിലും സ്കാനിങ്ങിലോ മറ്റൊന്നിലും ഈ കുട്ടിയുടെ കൈക്കോ ചലനശേഷിക്കോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തീർച്ചയായും എന്തായാലും ആരോഗ്യ വകുപ്പ് കണ്ണടച്ചിരുട്ടാക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിച്ചേ മതിയാകൂ. ഈ സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് നീതി ലഭിച്ചേ മതിയാകൂ. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണം. പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഇടപെട്ടേ മതിയാകൂ എന്ന് പറയുകയാണ്.